കണ്ണടച്ച തെളിയുന്നത് ചോരയാ. ഞാൻ ഛർദിച്ചെന്റെ ചുടുചോര. പിന്നെങ്ങനെ ഉറങ്ങാൻ പറ്റാ? ഒരു കാര്യം ഉറപ്പാ, നമുക്ക് ചുറ്റും നമ്മളറിയാതെ പലതും നടക്കുന്നുണ്ട്. നമ്മൾ അവരുടെ ഇരകളാ. നോക്ക്, താൻ സൂക്ഷിക്കണം. എന്റെ ആയുസിന്റെ ബലം താനാന്നറിയുമ്പോ പിന്നീട് അവരുടെ നീക്കം തനിക്കെതിരെയായിരിക്കും. താൻ തോറ്റുപോകരുത്. അങ്ങനെ ഒരു പേടി എനിക്കിപ്പുണ്ട്. സ്നേഹത്തെ തോൽപ്പിക്കാനുള്ള ഒരായുധവും ഒരു യുദ്ധത്തിൽ പോലും ഉപയോഗിച്ചിട്ടില്ല വിഷ്ണുവേട്ടാ. പിന്നെങ്ങനെയാ നമ്മളെ ശത്രുക്കൾക്ക് പരാജയപ്പെടുത്താൻ പറ്റുന്നത്? അവരെ ശ്രമിക്കട്ടെ, ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മള് ആഴത്തിൽ പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഈ ഹൃദയം തുടിക്കുന്നത് വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, എനിക്ക് വേണ്ടി മാത്രം. ആ ഒരു വിശ്വാസം ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എന്റെ വിൽപ്പവറും. തന്നിലേക്ക് എത്താനുള്ള എന്റെ മനസ്സിന്റെ ആഗ്രഹം അതാണോ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്? പക്ഷെ എനിക്കുറപ്പുണ്ടായിരുന്നു, എന്നിൽ നിന്നും പറിച്ചെടുത്ത എന്റെ വിഷ്ണുവേട്ടനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. തൊട്ടില്ല എന്നുള്ള മട്ടില് മരണം കൺമുന്നിൽ നകന്നുപോയപ്പോ എനിക്ക് മനസ്സിലായി താനിവിടെ നല്ല കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഒരുപാട് ഓടിയല്ലേ വിഷ്ണുവേട്ടാ? എന്നാ നമ്മുടെ ഈ ഓട്ടമൊന്ന് അവസാനിക്കുക? ചുമ്മാ ഓടടോ. ഇങ്ങനെ ഓടുമ്പോഴും നമുക്കറിയാലോ നമ്മളെ. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരു പുതു വെളിച്ചം നമുക്ക് മാത്രം തെളിയും. അത് കാണുന്നത് വരെ നമുക്കിങ്ങനെ ഓടാം, ഓടിക്കൊണ്ടേയിരിക്കാം. മാഡം, അധികം സംസാരിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അധിക നേരം ഇരിക്കാൻ പറ്റില്ലെന്ന് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പുറത്തിരിക്കാം. പുറത്തിരുന്നാലും നമുക്ക് മനസ്സുകൊണ്ട് സ്നേഹിക്കാലോ, അല്ലേ? അകന്നിരുന്ന് സ്നേഹിക്കാൻ നമ്മളോളം ഭാഗ്യം കിട്ടിയവർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതെന്താന്ന് ചോദിച്ചാ അതിനെനിക്ക് തനിക്ക് ഉത്തരവില്ല. അപ്പൊ പിന്നെ അതിനെ നമുക്ക് അതിന്റെ വഴിക്ക് വിടാം. എന്തിനും ഞാനുണ്ട് കൂടെ. ഈ ഒരു വാക്ക് ഇങ്ങനെ ഇവിടെ കിടക്കുന്ന ഓരോരുത്തർക്കും മരുന്നിനേക്കാൾ വലിയ ആശ്വാസമായിരിക്കും, അല്ലേ?